ടിപ്സ് ഓഫ് ഡിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുകൾ കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഫേസ്ബുക്കിലും പേജുണ്ട്, ഇൻസ്റ്റയിലും പേജുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം. നമ്മളുടെയൊക്കെ വീടുകളിൽ കാണുമല്ലോ അല്ലേ സോസ്പാന്. അപ്പോൾ അത് ഈ ഒരു കോലത്തിലായി പോയിട്ടുണ്ട് കേട്ടോ. ഒരു തവണയെങ്കിലും എല്ലാവർക്കും ഈ അബദ്ധമൊക്കെ പറ്റാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഈ ഒരു കോലത്തിലായിട്ടിരിക്കുന്നത് സോസ്പാന്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലൂടെ ഈ ഒരു കറ നമുക്ക് മാറ്റിക്കളയാം. അതുപോലെ തന്നെ കരിഞ്ഞ പാടുകൾ പോലും കാണാതാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ്. അപ്പം ആദ്യമായിട്ട് അതിനകത്ത് നന്നായിട്ട് കരിഞ്ഞു പിടിച്ചിരിക്കുന്ന ആ ഒരു ഇളകി പോരുന്ന ആ ഒരു ഭാഗങ്ങൾ നമുക്കൊരു സ്ക്രബ്ബർ വെച്ചിട്ട് അങ്ങ് മാറ്റി കൊടുക്കാവേ. കണ്ടോ, ഇതുപോലെ ഇളകി വരുന്ന കുറച്ച് പാർട്സുകൾ കാണുമല്ലോ അതിനകത്ത്, അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു സ്ക്രബ്ബറാണ് എടുക്കുന്നത്. അത് വെച്ച് നമുക്കൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പുറമേ ഇരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടോ, അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള നോർമൽ വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴെങ്കിലൊക്കെ വന്നാൽ നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്രദമാവും. അപ്പോൾ അതാ ഞാൻ ആ കരിഞ്ഞ ഭാഗം വരെയാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു സാധനമാണല്ലേ സോപ്പ് പൊടി എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവരും തന്നെ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു കുറച്ച് സോപ്പ് പൊടി, വളരെ കുറച്ച് മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ഞാൻ ഇതിനകത്ത് കുറച്ചേറെ കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ച് സോപ്പ് പൊടി നമുക്ക് നമ്മളുടെ ആ ഒരു സോസ് പാനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോസ് പാൻ ഒന്ന് ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ സോപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സോപ്പ് പൊടിയും കൂടി ചേർത്തൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ സോസ് പാന് മാത്രമല്ല, ചിലപ്പോൾ കുക്കറും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലേ. ആ സമയത്ത് നമുക്കിതുപോലെ തന്നെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്നാൽ നമ്മുടെ സോപ്പ് പൊടി ഇവിടെ തിളച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് ചാടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അത് അടുത്ത പണിയാകും. അപ്പം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഈ വെള്ളം ഒന്ന് ഒഴിച്ച് മാറ്റി കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാ നമ്മളുടെ സോപ്പിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് ഞാനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് തേച്ച് കൊടുക്കാം. കണ്ടോ, അപ്പം നല്ല വേഗത്തിൽ ഇളകി പോകും കേട്ടോ. നമ്മൾ അങ്ങനെ ഒന്ന് തിളപ്പിച്ച് കളഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ സോസ് പാൻ വൃത്തിയായി കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു കറവൽ മാറാൻ വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം അതും കൂടി നമുക്ക് നോക്കാം. നമ്മളുടെ സോപ്പ് പൊടി മാത്രം ഇട്ടപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ സോസ് പാൻ കിട്ടിയത്. എന്നാൽ കുറച്ച് കറകളും കൂടി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളും കൂടി നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് നാരങ്ങ നീരാണ് കേട്ടോ. ഒരു അരമുറി നാരങ്ങയൊക്കെ മതിയാകും, കുറച്ച് നാരങ്ങ മതി. അതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ വേണ്ടത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ, സോഡാപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് കുറച്ച് 1 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി അങ്ങ് ആ നാരങ്ങ നീരിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല പൂർണ്ണമായിട്ട് നല്ല കളറിലേക്ക് വരും. നമ്മളുടെ സ്റ്റീൽ പാത്രമാണെങ്കിലും അലുമിനിയം പാത്രമാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതാ ഞാനിവിടെ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്ക്രബ്ബർ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ വ്യത്യാസം വരും. ആ ഒരു മങ്ങിപ്പോയ നമ്മളുടെ സ്റ്റീൽ പാത്രത്തിൻ്റെ കളർ തിരിച്ചു വരാനായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് സഹായകമാകും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ എണ്ണമയോ ഉള്ള പാത്രമൊക്കെ ആണെങ്കിൽ അതൊന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം കേട്ടോ. നല്ല ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കുറച്ച് നാളത്തെ ഉപയോഗത്തിന് ശേഷം കളറൊക്കെ മങ്ങി പോകാറുണ്ടല്ലേ, അല്ലെങ്കിൽ ആ ഒരു മേടിച്ച ഒരു പുതുമ നഷ്ടപ്പെടാറുണ്ട്. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കുറച്ച് നാരങ്ങ നീരൊന്ന് ആ ഒരു സ്റ്റീൽ പാത്രത്തിലൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് വാഷ് ചെയ്തെടുത്താൽ നല്ലൊരു കളർ വ്യത്യാസം വരും കേട്ടോ നമ്മളുടെ പാത്രങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുവേ.
ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിവിടെ ഒരു സോസ് പാനിൽ 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമുക്കൊരു നാരങ്ങ, ഒരു ചെറിയ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം. ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു ഡ്രിങ്കാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മളുടെ ബെല്ലി ഫാറ്റ് കുറയാനും അതുപോലെ തന്നെ നമ്മളുടെ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഞാനിവിടെ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അയമോദകമാണ് കേട്ടോ. അയമോദകം ഇല്ലാത്തവരൊക്കെ വാങ്ങിച്ചു വയ്ക്കുക. അയമോദകം വളരെ നല്ലതാണ്, നമ്മളുടെ വയറിനും നല്ലതാണ്, അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മതിയാകും അയമോദകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്ക്. അപ്പം നമ്മൾ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകവും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളുടെ വീട്ടിലുള്ള ചായപ്പൊടിയാണ് കേട്ടോ. ചായപ്പൊടി വളരെ കുറച്ച് അളവ് മതി. കുറച്ച് ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രീൻ ടീയുടെ ഒരു റിസൾട്ടാണ് കേട്ടോ എനിക്കിതിന് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു ഡ്രിങ്കാണ്. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല കടുപ്പമുള്ള ചായപ്പൊടിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചേർക്കുക. വളരെ കുറച്ച് അളവിൽ മതി കേട്ടോ ചായപ്പൊടി. ഇനി നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു കളറൊക്കെ മാറി വരും കേട്ടോ. ഈ ഒരു കളറിലേക്ക് വരും, നല്ലൊരു യെല്ലോയിഷ് കളറിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നിങ്ങൾ തിളപ്പിക്കണം. അയമോദകവും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് റെഡിയാക്കി വെക്കുവാണ് കേട്ടോ, സെർവ് ചെയ്യുവാണ്. അപ്പം ഇത് നിങ്ങൾക്ക് മധുരം ഉപയോഗിച്ചും യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മധുരം ഇല്ലാതെയും കുടിക്കാം കേട്ടോ. മധുരം ഇല്ലാതെ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഫാറ്റൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ മധുരത്തോട് കൂടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ വളരെ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല ടിപ്സുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.